നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് നസീം ഷാ. റിയലിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, COVID-19 ലോക്ക്ഡൗൺ കാരണം നമുക്ക് റെഗുലർ ക്ലാസ്സുകൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. അതുകൊണ്ട് നമ്മൾ ഓൺലൈനിലോട്ട് ക്ലാസ്സുകൾ മാറ്റാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓൺലൈൻ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അത് വാട്സപ്പ് ഗ്രൂപ്പുകളിലോട്ട് അയച്ചു തരും. അത് നിങ്ങളെല്ലാം നോക്കി പഠിക്കുകയും നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുകയും വേണം. ഇതാണ് നമ്മളിപ്പോൾ ക്ലാസ് എടുക്കാം എന്ന് വിചാരിച്ചേക്കുന്ന മെത്തേഡ്. ഈ നോട്ടുകളെല്ലാം നിങ്ങൾ കൃത്യം പ്രിപ്പയർ ചെയ്യണം. അന്നന്ന് പഠിപ്പിക്കുന്നത് അന്നന്ന് തന്നെ പഠിച്ച് പ്രിപ്പയർ ചെയ്യുക. കാരണം നമ്മൾ ക്ലാസ് ഇനി ഇവിടെ തുടങ്ങുന്നതിൻ്റെ അന്ന് ഈ നോട്ടുകളെല്ലാം ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ച് ഫോളോ ചെയ്ത് വരിക. ഞാൻ മാത്തമാറ്റിക്സ് ആയിരിക്കും പഠിപ്പിക്കാൻ പോണത്. ഞാനും ശ്രീഹരി സാറും കൂടെ ആയിരിക്കും മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നത്. സാർ ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ചാപ്റ്റർ ഞാൻ എടുക്കുന്നതായിരിക്കും. ഓക്കെ നമ്മളപ്പം ലീനിയർ ഇക്വേഷൻ നോൺ വേരിയബിൾ എന്ന ചാപ്റ്റർ തുടങ്ങാൻ പോവുകയാണ്. ഇത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്: ആൾജിബ്രായിക് എക്സ്പ്രഷനും ഇക്വേഷൻസും. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം. ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഞാൻ എക്സാമ്പിൾ പറയാൻ പോകുന്നത് 2x. വേറെ എക്സാമ്പിൾ പറയാൻ പോകുന്നത് 5x + 10. ഇത് രണ്ടും ആൾജിബ്രായിക് എക്സ്പ്രഷന് എക്സാമ്പിളാണ്. 2x-ഉം 5x + 10. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, വേരിയബിൾസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കോൺസ്റ്റന്റ് വേരിയബിൾസ് നമുക്ക് എന്താ നോക്കാം. 2x-ൽ 2 എന്ന് പറയുന്നതാണ് കോൺസ്റ്റന്റ്, ഈ x എന്ന് പറയുന്നതാണ് വേരിയബിൾ. അടുത്ത എക്സാമ്പിൾ നമുക്ക് 5x + 10. അതിൽ 5 എന്ന് പറയുന്ന കോൺസ്റ്റന്റ്, 10 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്. അതിന് വേരിയബിൾ ഏതാണ്? x. അപ്പം ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്താണ്? നമ്മുടെ കോൺസ്റ്റന്റും വേരിയബിൾസും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും ചേർന്ന ഒരു എക്സ്പ്രഷൻ നമുക്ക് ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയാം. ഇനി നമുക്ക് ഇക്വേഷൻസിലോട്ട് വരാം. ഇക്വേഷൻ ഒരേ വ്യത്യാസമേ ഉള്ളൂ. ഈ ആൾജിബ്രായിക് എക്സ്പ്രഷനിൽ ഒരു ഈക്വൽ ടു വരും, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വാല്യൂ കൂടെ വരും. അത് നമുക്ക് ഇക്വേഷൻസ് പറയാം. ഞാൻ ഇത് വെച്ച് തന്നെ പറയാൻ പോകും. എക്സാമ്പിൾ 5x + 10 = 15. ഇതൊരു ഇക്വേഷൻ എക്സാമ്പിളാണ്. നോക്കിയോ, ഇതിൽ എത്ര കൊണ്ടെന്ന്? 5 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, x എന്ന് പറയുന്നത് നമ്മുടെ വേരിയബിൾ ആണ്, പിന്നെ പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 10 ഒരു കോൺസ്റ്റന്റ് ആണ്, അത് കഴിഞ്ഞിട്ട് ഈക്വൽ ടു സൈൻ ഉണ്ട്. ഈക്വൽ ടു ആണ് നമ്മൾ ഇക്വേഷൻ ശ്രദ്ധിക്കുന്നത്. ഈക്വൽ ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 50. അപ്പം ഈക്വൽ ടു ചേർത്ത് പറയുന്നത് എല്ലാം ഇക്വേഷനാണ്. വേറെ ഞാൻ എഴുതിയത് 10/3y + 2 = 15. ഇതും ഒരു ഇക്വേഷനാണ്. കോൺസ്റ്റന്റ് ഉണ്ട്, വേരിയബിളും ഉണ്ട്. മനസ്സിലായേ? ഇക്വേഷൻ എക്സാമ്പിൾ രണ്ടെണ്ണം മനസ്സിലായി. ആൾജിബ്രായിക് എക്സ്പ്രഷനും രണ്ട് എക്സാമ്പിൾ പറഞ്ഞു. ഇക്വേഷൻ നമുക്ക് ഒന്നുകൊണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ വെച്ചാൽ നമുക്ക് പറയാം. 5x + 10 = 15. ഈക്വൽ ടുന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നതിന് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയും. ഈക്വൽ ടുന്റെ റൈറ്റ് വരുന്നതിന് റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയും. LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ഇക്വേഷൻ അപ്പോൾ ഈക്വൽ ടു ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ട്. ഈ എക്സ് ഇവിടെ ഒരു കാര്യമുണ്ട്. എക്സിന് നമുക്ക് ശ്രദ്ധിച്ചോളാം. ഈ എക്സിന് ഏതോ വാല്യൂ കൊടുക്കുമ്പോഴേ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആവും. ആ വാല്യൂവിനെ പറയുന്ന പേരാണ് സൊല്യൂഷൻ. ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ. ഇനി നമുക്ക് ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷനെ കുറിച്ച് പറയാം. ഒരു എക്സാമ്പിൾ നോക്കിയോ. 2x + 2 = 10. ഇതിൽ x എന്ന് പറയുന്ന വേരിയബിൾ ആണ്. ഈ വേരിയബിളിന്റെ വാല്യൂസിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്നാൽ വേരിയബിളിന് ഏത് വാല്യൂ വരാമെന്ന് നമുക്കറിയാം. എല്ലാ വാല്യൂ സൊല്യൂഷൻ ആവുമോ? ഇല്ല, ആവില്ല. ഏത് വാല്യൂസ് ആണ് സൊല്യൂഷൻ ആവുക നോക്കാം. ഞാൻ എക്സിന് 0 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുകയാണ്. x = 0 ഞാൻ ഇടാൻ പോയത് 2 × 0 = 0 + 2 = 10. അപ്പൊ ഇത് ശരിയാണ്. 2 = 10 എന്ന് ശരിയാണ്. നമ്മൾ LHS RHS ഈക്വൽ ആയില്ല. അപ്പൊ എക്സിന്റെ വാല്യൂ 0 എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷന്റെ സൊല്യൂഷൻ അല്ല. ഞാൻ എക്സിന് വേറൊരു വാല്യൂ ഇടാൻ പോവുകയാണ്. x = 2 എന്ന് ഞാൻ ഇടാൻ പോവുകയാണ്. 2 × 2 = 4. 4 + 2 6. 4 + 2 = 10. ഇത് ശരിയാണ്? ഇത് ശരിയല്ല. അപ്പൊ എക്സിന്റെ വാല്യൂ 2 എന്ന് പറയുന്നത് നമ്മളുടെ സൊല്യൂഷൻ ആണ്, സൊല്യൂഷൻ അല്ല. ഇനി അടുത്തൊരു വാല്യൂ ഞാൻ ഇടാൻ പോകും. x = 4 എന്ന് പറഞ്ഞൊരു വാല്യൂ ഞാൻ കൊടുക്കാൻ പോവുകയാണ്. 2 × 4 = 8. 8 + 2 = 10. ശരിയായില്ലേ?
അപ്പം എക്സിന്റെ വാല്യൂ 4 കൊടുത്തപ്പോൾ നമ്മൾ എല്ലാ ചെസ്സും RHS ഈക്വൽ ആയി. ആ കാര്യം നമ്മൾ പറയുന്ന പേരാണ് സൊല്യൂഷൻ. അടുത്തത് നമുക്ക് ഒരു ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കിയോ. ലീനിയർ ഇക്വേഷന്റെ 10x + 15 = 75. ഒരു ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈക്വൽ ടു സൈനിന്റെ ഒരു സൈഡിൽ നമ്മുടെ വേരിയബിൾ ഉള്ള ടേം വെച്ചാൽ ബാക്കിയെല്ലാം ഈക്വൽ ടു റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും. അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 10x = 75 ഇവിടെ ഉണ്ട്. 75 ഈ +50 എന്ന് പറയുന്നതിന് നമ്മൾ ഈക്വൽ ടു റൈറ്റിലോട്ട് കൊണ്ടുപോകണം. +15 ഈക്വൽ ടു അപ്പുറം പോയാൽ എന്താവും? -15 ആവും. -15. 10x = 75 - 15. 10x = എത്രയാവും? 60 ആവും. ഇനി എക്സിനെ മാത്രം ഇവിടെ വെച്ചേക്കാം. ഇത് 10 × x എന്നാണ് 10x. അപ്പോൾ x = 60 / 10. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരുന്നത് ഈക്വൽ ടു റൈറ്റിലോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. അതാണ് 60 / 10. എത്രയാണ് 60 / 10? 6. എക്സിന്റെ വാല്യൂ ഈക്വൽ ടു 6. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് ഇതാണ്. സോൾവ് ചെയ്തപ്പോൾ നമ്മൾ കിട്ടിയത് x = 6. അപ്പൊ 6 ആണ് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ. ഓക്കെ, നമുക്കിനി അടുത്ത എക്സാമ്പിളിലോട്ട് പോകാം. 15y + 2 = -8. എങ്ങനെയാണ് സോൾവ് ചെയ്ത് നോക്കാം. എന്താണ് പറഞ്ഞത്? എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? വേരിയബിൾ എന്നെല്ലാം ഈക്വൽ ടു ഒരു സൈഡ് വെക്കുക, ബാക്കിയെല്ലാം ഈക്വൽ ടു അപ്പുറത്തോട്ട് കൊണ്ടുപോകുക. എങ്ങനെ നോക്കാം? ഇവിടെ 15y = -8 അവിടെ ഉണ്ട്. -8 ഈ +2 ഈക്വൽ ടു അപ്പുറം പോയാൽ -2 ആവും. -8 - 2 എത്രയാവും? -10. 15y = -10 എന്ന് കിട്ടിയാൽ മതി. ഇതെന്ന് y എങ്ങനെ കണ്ടുപിടിക്കും? y = ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്തേക്കുന്നത്. ഈക്വൽ ടു റൈറ്റിലോട്ട് പോകുമ്പോൾ അത് ഡിവിഷൻ ആണ്. -10 / 15. ഒന്നീ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ എഴുതി നിർത്താം, ഇല്ലെങ്കിൽ ഇതിനെ ഒന്നും കൂടെ സോൾവ് ചെയ്ത് നോക്കാം. ഇങ്ങനെ -2/3. അപ്പോൾ y = -2/3 ആണ് നമ്മളെ ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് വെച്ചാൽ വൈൻ്റെ വാല്യൂ. ഓക്കെ, നമ്മൾ അടുത്ത എക്സാമ്പിളിലോട്ട് പോവുകയാണ്. നോക്കൂ. 10/3y + 7/3 = 1/3. നേരത്തെ ചെയ്തതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം നമ്മളെ കോൺസ്റ്റന്റ് എല്ലാം ഫ്രാക്ഷണൽ ടൈമിലാണ് കിടക്കുന്നത്. 10/3, 7/3, 1/3. ഇത് സിമ്പിൾ ആണ് ചെയ്യാൻ. നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. എങ്ങനെ ചെയ്യുന്ന നോക്കാം. വേരിയബിളിനെ ഒരു സൈഡ് വയ്ക്കുക, ബാക്കിയെല്ലാം അടുത്ത സൈഡിലോട്ട് കൊണ്ടുപോകുക. ചെയ്യാനേ 10/3y = 1/3. അതേപോലെ തന്നെ ഉണ്ട്. 1/3 + 7/3 എന്താവും? ഈക്വൽ ടു അപ്പുറം -7/3. -7/3. ഇതിന്റെ വാല്യൂ എന്താവും? 1/3 - 7/3. നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയാലോ. -6/3 എന്നാണ്. 10/3y = -6/3 എന്നാണ് നമുക്ക് കിട്ടിയത്. പിന്നെ y എങ്ങനെ കണ്ടുപിടിക്കും? ഈ 3 ഇവിടെ ഡിവൈഡ് ചെയ്തേക്കാണ്. ഇതിന് നമ്മൾ മുകളിലോട്ടുണ്ട് എന്നുവെച്ചാൽ മൾട്ടിപ്ലൈ 10 മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. അതിന് താഴോട്ട് വരും എന്ന് വെച്ചാൽ ഡിവിഷൻ ആവും. നോക്കി കഴിഞ്ഞാൽ ചെയ്യുന്നതാണ് y = -6/3 ഇൻറ്റു ഇതിന് നേരെ തിരിച്ചറിയാം. 3 അങ്ങ് മുകളിൽ പോകുമ്പോൾ 3/10 താഴോട്ട് വന്നാൽ 10 തന്നെയാവും അല്ലേ. ഈ 3 നമുക്ക് കട്ട് ചെയ്തോളാം. -6/10 എന്നാവും. അതെങ്ങനെ എഴുതാം? റെഡ്യൂസ് ചെയ്ത് -3/5 എന്ന് എഴുതാം. y = -3/5 എന്ന് കിട്ടിയേ. അപ്പം -3/5 ആണ് നമ്മളെ ഇക്വേഷനിലെ സൊല്യൂഷൻ. y = -3/5. ക്വസ്റ്റ്യൻ ചോദിക്കാം, ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താണ് പഠിക്കുന്നത്? വേരിയബിളിന്റെ വാല്യൂ ആണ് പഠിക്കുന്നത്. ഈ കേസിൽ നമുക്ക് -3/5 കിട്ടും. ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നോക്കിയോ. 15/4 - 7x = 9. ഇതെങ്ങനെ ചെയ്താൽ നമ്മൾ നോക്കാം. വേരിയബിളിനെ ഒരു സൈഡ് വയ്ക്കുക. -7x = 9 അവിടെ തന്നെ ഉണ്ട്. 9 ഈ 15/4 +15/4 അതിനെ ഈക്വൽ ടു അപ്പുറം കൊണ്ടുപോകും. -15/4 ആവും. എങ്ങനെയാണ് ചെയ്യുന്നത്? -7x = 4 × 9 36 -15/4. ഇതെന്താവും? 21/4 എന്നാവും. -7x = 21/4 എന്നാവും. അത് ഞാൻ എഴുതിയേ. -7x = 21/4.
ഇതിന്ന് എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. എക്സ് ഈക്വൽ ടു ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഈക്വൽ ടുന്റെ റൈറ്റ് പോകുമ്പോൾ ഡിവിഷൻ ആണ്. 21/4 ഇൻറ്റു 1/-7. ഈ 7നെ താഴെ ഇടാൻ വേണ്ടിയാണ് ഞാൻ 1 അവിടെ കൊടുത്തത്, വേറെ അതിൽ ചിന്തിക്കാനൊന്നുമില്ല. ഈക്വൽ ടു 21 7 നമ്മൾ കട്ട് ചെയ്യാമേ 3 ആവും, മൈനസ് ഇവിടെ ഉണ്ട്. സോ -3/4 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു -3/4. അപ്പം ഇതിന്റെ സൊല്യൂഷൻ എന്താണ് ഈ ക്വസ്റ്റ്യൻ്റെ? എക്സ് ഈക്വൽ ടു -3/4. ഓക്കെ, നമ്മൾ അടുത്തൊരു എക്സാമ്പിളിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നോക്കുക. 2/3 എക്സ് ഈക്വൽ ടു 18. ഇതൊരു സിമ്പിൾ സാധനമാണ്, ഒറ്റ ടേമേ ഉള്ളൂ. 2/3 എക്സ് ഈക്വൽ ടു 18. എങ്ങനെ ചെയ്താൽ 3നെ മുകളിൽ കൊണ്ടുപോകുക, മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ ഡിവിഷൻ ആയിരുന്നു, അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ. സോറി 3നെ 2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്, അതിനെ താഴെ കൊണ്ടുപോകും എന്ന് വെച്ചാൽ ഡിവിഷൻ. എക്സ് ഈക്വൽ ടു 18. 3 മുകളിലോട്ടല്ലേ പോകാം, ഇൻറ്റു 3. 2 താഴോട്ടല്ലേ വരുന്ന ബൈ 2. അപ്പം 18 ഇൻറ്റു 3/2 എന്താവും? 9 ഇൻറ്റു 3 27. എക്സ് ഈക്വൽ 27. അപ്പം അതാണ് നമ്മുടെ സൊല്യൂഷൻ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്. കണ്ടിട്ട് അത്ഭുതപ്പെട്ടിരിക്കരുത്, പ്ലസ് ഇല്ല മൈനസ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. എക്സ് ഈക്വൽ ടു 27. സിമ്പിൾ. നമുക്ക് അടുത്തൊരു എക്സാമ്പിളിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നോക്കിക്കോ. x/3 പ്ലസ് 1 ഈക്വൽ ടു 7/15. x/3 പ്ലസ് 1 ഈക്വൽ ടു 7/15. x/3 ഈക്വൽ ടു 7/15. അതേപോലെ ഞാൻ എഴുതുകയാണ്. ഈ പ്ലസ് 1നെ ഈക്വൽ ടു അപ്പുറം കൊണ്ടുപോകാം, -1 -1. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? 7 - 15 ഇൻറ്റു 1 എന്നല്ലേ, 15 ബൈ ഡിനോമിനേറ്റർ 15 തന്നെയാണ്. ഇതിന്റെ വാല്യൂ എത്രയാണ്? 7 - 15/15. ഒരു മൈനസ് നമ്പറാണ് വരുന്നത്. 8/15 -8/15 എന്ന് വരും. x/3 ഈക്വൽ ടു x/3 ഈക്വൽ ടു -8/15. ഇനി എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ ഡിവിഷൻ ആണ്, ഈക്വൽ ടുന്റെ അപ്പുറം മൾട്ടിപ്ലിക്കേഷൻ ആണ്. എക്സ് ഈക്വൽ ടു -8/15 ഇൻറ്റു 3. 15 3 കട്ട് ചെയ്യാമേ, എന്താവും? 5 ആവും ഡിനോമിനേറ്റർ. ഈക്വൽ ടു -8/5. എക്സ് ഈക്വൽ ടു -8/5. സൊല്യൂഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു -8/5. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. നോക്കാം. 1.5 ഈക്വൽ ടു x/1.5. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യുക? ഈ 1.5 എക്സിനെ ഡിവൈഡ് ചെയ്തേക്കാണ്, എന്നുവെച്ചാൽ ഇവിടെ ഡിവിഷൻ ആണ് നടക്കുന്നത്. ഇതിനെ ഈക്വൽ ടുന്റെ ഇപ്പുറത്ത് കൊണ്ടുവരിക, അപ്പം മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന 1.5 ഇൻറ്റു ഈ 1.5 ഈക്വൽ ടു, അവിടെ ബാക്കി എന്തോ മാത്രമേ ഉള്ളൂ? എക്സ് മാത്രമേ ഉള്ളൂ. 1.5 ഇൻറ്റു 1.5 ഈക്വൽ ടു എക്സ്. ഇതിന്റെ വാല്യൂ എത്രയാണ്? 2.25 ഈക്വൽ ടു എക്സ്. എക്സിന്റെ വാല്യൂ 2.25 എന്നാണ്. ഈ ക്വസ്റ്റ്യനിൽ എക്സിന്റെ വാല്യൂ 2.25 എന്ന് വെച്ചാൽ നമ്മുടെ സൊല്യൂഷൻ 2.25 ആണ്. സിമ്പിൾ അല്ലേ? പ്രശ്നമൊന്നുമില്ല, പാടൊന്നുമില്ലല്ലോ.